പത്തനംതിട്ടയിലെ വല്ലന കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. ഈ ആരോഗ്യ കേന്ദ്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഉയർത്തിയതാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാക്കി വല്ലനയെ. അപ്പോൾ എന്തൊക്കെയാണ് വല്ലന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കാഴ്ചകൾ, വിശേഷങ്ങൾ എന്നുള്ളവയാണ് നാട്ടുവണ്ടി വോട്ട് യാത്രയിൽ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. കേവലം പേരിലുള്ള മാറ്റമല്ല, വല്ലന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാറ്റി വല്ലന കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് വല്ലന ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഒരുക്കിയിട്ടുള്ളത്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് ഒരു ഫെസിലിറ്റീസ്? നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു, അതിനുശേഷം ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് വരും. അതിനുശേഷം നല്ലൊരു ആശുപത്രി പോലെ ആയിട്ടുണ്ട് അല്ലേ? ഒരു ഡിസ്പെൻസറി മാറ്റി നല്ല ഹോസ്പിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്ന പോലല്ല, ഇപ്പം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോകുന്ന ഒരു പ്രതീതിയുണ്ട്. നല്ലൊരു ഹോസ്പിറ്റലിൻ്റെ ഇതെല്ലാം ഉണ്ട്. നല്ല സന്തോഷമായി. നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. മരുന്നൊക്കെ കിട്ടുന്നുണ്ട്? മരുന്ന് കിട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. പഴയ കെട്ടിടമാണോ പുതിയ കെട്ടിടമാണോ? സംശയം എന്താ, പുതിയ കെട്ടിടം തന്നെ. സൗകര്യങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ? നല്ലതായിട്ടുണ്ട്, എല്ലാം കൊണ്ടും നല്ലതാ. മരുന്നൊക്കെ സമയത്ത് തരുന്നുണ്ട്. ഒരു ആശുപത്രി പോലെ ഉണ്ടോ? തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ട് നല്ലതാണ്. ആശുപത്രി വളരെ നല്ലതാണ്. ഇപ്പോൾ നല്ല വൃത്തിയൊക്കെയാണ്, എല്ലാം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാണ്. വളരെ സന്തോഷമുണ്ട്. നന്നായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, വൃത്തിയുണ്ട്. ജില്ലാ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം എല്ലാ സാഹചര്യവും ഇവിടെ തന്നെ ഉണ്ട്. ആശുപത്രി എങ്ങനെയുണ്ട്? നല്ലത്. മരുന്നുകളൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്. വേറെ ആശുപത്രിയിൽ പോകേണ്ടി വരാറുണ്ടോ? ഇവിടെ കാണിച്ചിട്ട് മരുന്ന് കിട്ടാതെ വേറെ ആശുപത്രിയിൽ പോകേണ്ടി വരാറുണ്ടോ? ഇവിടെ തന്നെയാ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ നിരീക്ഷണ മുറിയിലാണ്. മറ്റ് ആശുപത്രികളിലെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടു പരിചയിച്ച ഡിസ്പെൻസറി കേന്ദ്രങ്ങളിലൊക്കെ ബെഡുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായുള്ള ഓരോ സൗകര്യങ്ങൾ, ശരിക്കും ഒരു പ്രൈവറ്റ് ആശുപത്രിയോ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയോ ഒക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ബെഡായാലും റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു നിർമ്മാണ രീതിയായാലും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടെ ചികിത്സ അത് ആ രീതിയിൽ മുന്നേറുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചികിത്സയൊക്കെ? എങ്ങനെയുണ്ട്? വളരെ നല്ല രീതിയിലുള്ള നല്ല സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നല്ല സമീപനമുള്ള സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാവരും നല്ല രീതിയിൽ. പ്രൈവറ്റൊക്കെ ആശുപത്രി അതിനേക്കാൾ അതിലുപരി ആയിട്ടുള്ള നല്ലൊരു ഇതാണ്. ഒരു കുഴപ്പമില്ല, നിന്ന് വരും. ഇതല്ലേ നല്ലത്. നമ്മളല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ പോകണ്ടേ, കോഴഞ്ചേരിലും പത്തനംതിട്ടയൊക്കെ പോകണ്ടേ. ഹൈടെക് ആക്കിയിട്ടില്ലേ, അത് തന്നെ വലിയൊരു തെളിവല്ലേ. നമ്മുടെ ആരോഗ്യമന്ത്രി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളം ആകെ വളർന്നില്ലേ, അങ്ങനെ വേണേ ചിന്തിക്കാൻ. നല്ല ഹോസ്പിറ്റലാണ്, എല്ലാവരും നല്ല സഹകരണമുള്ളവരാണ്. എപ്പോൾ വന്നാലും ഒരു കുഴപ്പമില്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു തരും. ഇപ്പോൾ ഒരു സ്ഥാപനമാണ്. നമുക്ക് സർക്കാരിൻ്റെ ഇതിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും മരുന്നുകൾ കിട്ടുന്ന സ്ഥാപനം തന്നെയാണ്. എല്ലാ മരുന്നും കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി, കുഴപ്പമൊന്നുമില്ല. നല്ലതാ. ഞങ്ങൾക്ക് നല്ല വളരെ സൗകര്യമായതുള്ളത് ഞങ്ങൾക്ക് നല്ലതാ. ദൂരെ ഞങ്ങൾ കോഴഞ്ചേരിലോട്ടും പോകത്തില്ല, അങ്ങനെ പോകത്തില്ല. ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് വരും. രോഗങ്ങൾക്കുള്ള ചികിത്സ മാത്രമല്ല ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത്, രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി എടുക്കുന്നുണ്ട് വല്ലന കുടുംബാരോഗ്യ കേന്ദ്രം. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ സ്ത്രീകൾക്ക് മാത്രമായി ഒരു ജിം സെറ്റ് ചെയ്തിരിക്കുന്നത്, വെൽനസ് സെൻറ്റർ ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ തുച്ഛമായ നിരക്കിൽ അഡ്മിഷൻ ഫീ വരുന്നത് വെറും 100 രൂപ മാത്രമാണ്. മാസം 250 രൂപയാണ് പങ്കെടുക്കുന്നവരിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നിരവധി സൗകര്യങ്ങളാണ് ഈ ജിമ്മിൽ ഒരുക്കിയിട്ടുള്ളത്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ബോർഡ് കാണാം. ആ ബോർഡിൽ കൃത്യമായി പറയുന്നത് ഫിറ്റ്നസ്സിലേക്കൊരു ചുവട് എന്നാണ്. ഷീ വെൽനസ് സെൻറ്റർ, ഫിറ്റ്നസ്സിലേക്കൊരു ചുവട്. അങ്ങനെ നമ്മുടെ ജനതയെ ആരോഗ്യമുള്ള ജനതയാക്കി വാർത്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു വനിതാ ജിം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോഴൊരു നാടിൻ്റെ ആരോഗ്യ കാഴ്ചകളിൽ നിന്നും നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തുടരുകയാണ്. കൂടെ കൂടി.